Hello dears, welcome back to Xylem Learning. It's me, VK. തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോന്റെ തമ്പനെയിൽ കണ്ടിട്ട് തന്നെയായിരിക്കും ഈ വീഡിയോയിലേക്ക് നിങ്ങൾ വന്നിട്ടുണ്ടായിരിക്കുക. അതേ മക്കളെ, ഈ വരുന്ന ഓണം എക്സാമിനേഷനിലേക്ക് +1 ബിസിനസ് സ്റ്റഡീസിൽ ഏതൊക്കെയാണ് 7 മസ്റ്റ് സ്റ്റഡി ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത്. അപ്പൊ നമുക്കറിയാം, ഈ വരുന്ന ഓണം എക്സാമിനേഷനിലേക്ക് 3 പ്രധാനപ്പെട്ട ചാപ്റ്റേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാ? ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ബിസിനസ് ട്രേഡ് ആൻഡ് കൊമേഴ്സ് എന്ന ചാപ്റ്റർ, രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ, മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്രൈവറ്റ് പബ്ലിക് ഗ്ലോബൽ എന്റർപ്രൈസ് എന്ന ചാപ്റ്ററും. ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത, പബ്ലിക് എക്സാമിനേഷനിലേക്ക് 24 മാർക്കിനാണ് ഈ 3 ചാപ്റ്ററിനും കൂടി ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. സോ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് ഈ ഒരു 3 ചാപ്റ്റർ എന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, സോ ഈ 3 ചാപ്റ്ററിൽ നിന്ന് ഏതൊക്കെയാണ് ഒരു 7 ടോപ്പിക് മസ്റ്റ് സ്റ്റഡി ആയിട്ടുള്ള ടോപ്പിക് ഏതൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം. സോ ഒന്നാമത്തെ ടോപ്പിക്കിലേക്ക് പോവാം. സോ ഒന്നാമത്തെ ടോപ്പിക് നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിലെ തന്നെ ശ്രദ്ധിച്ചു വെക്കുക. ഒന്നാമത്തെ ചാപ്റ്റർ തന്നെ ക്ലാസിഫിക്കേഷൻ ഓഫ് ബിസിനസ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്കാണ്. അതെന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കണം. കാരണം 1 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതേപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. എസ്പെഷ്യലി നമ്മുടെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രി ബേസ് ചെയ്തുകൊണ്ടും അതേപോലെ തന്നെ എയ്ഡ്സ് ടു ട്രേഡ് അല്ലെങ്കിൽ ഓക്സിലറീസ് ടു ട്രേഡ് എന്ന ഭാഗത്ത് നിന്ന് ഒരു മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അതേപോലെ തന്നെ ഒരു ഷോർട്ട് എസ്സേ അല്ലെ, ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി എന്ന് പറഞ്ഞ ആ ഒരു സെക്ടർ നിങ്ങൾ പഠിച്ചു വെക്കുക. അതുമായി ബന്ധപ്പെട്ട ഷോർട്ട് എസ്സേ ചോദിക്കാറുണ്ട്. ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഷോർട്ട് എസ്സേ ചോദിക്കുകയാണ്, തീർച്ചയായിട്ടും ഈ ഒരു സ്ട്രക്ചർ നിങ്ങൾ വരച്ചു വെക്കുക. ക്ലിയർ? റെഡി? അപ്പം ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. സോ ഇതെന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കണം. ഇനി നമ്മുടെ അടുത്ത ടോപ്പിക്കിലേക്ക് പോവുകയാണെങ്കിൽ ദാറ്റ് ഈസ് ബിസിനസ് റിസ്ക് ആണ്. അപ്പൊ ആദ്യം നിങ്ങൾ എന്താണ് ബിസിനസ് റിസ്ക് എന്ന് കൃത്യമായിട്ട് അതിന്റെ മീനിങ് നിങ്ങൾ പഠിച്ചു വെക്കണം. അതേപോലെ തന്നെ ബിസിനസ് റിസ്ക് ഉണ്ടാവാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. ദാറ്റ് ഈസ് കോസസ് ഓഫ് ബിസിനസ് റിസ്ക് ഉണ്ട്. ഏതൊക്കെയാ കോസസ്? നാച്ചുറൽ കോസ്, ഹ്യൂമൻ കോസ്, എക്കണോമിക് കോസ്, പൊളിറ്റിക്കൽ കോസ് ആൻഡ് മാനേജ്മെന്റ് കോസ് അല്ലെങ്കിൽ മാനേജറിയൽ കോസ്. അപ്പൊ ഇതിനൊക്കെ എക്സാമ്പിൾ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കണം. ഇതുമായി ബന്ധപ്പെട്ടൊരു 3 മാർക്സ് ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ ഇതൊരു മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. മാച്ച് ദ ഫോളോയിങ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഒരു ഭാഗം നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചു വെക്കുക. ഇത് നമ്മുടെ അടുത്ത ഒരു ഭാഗമാണ് സ്റ്റാർട്ടിങ് എ ബിസിനസ് ബേസിക് ഫാക്ടേഴ്സ്. ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കാൻ വേണ്ടി വളരെ സിമ്പിളാണ്. ഇങ്ങനെ നമ്മൾ സിമ്പിൾ ആയിട്ട് ആലോചിച്ചാൽ മതി. നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് എന്തെല്ലാമാണ് അതിന്റെ റിക്വയർമെന്റ് ആയിട്ട് ആവശ്യമായിട്ടുള്ളത്, ബിക്കോസ് എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് ആവശ്യമായിട്ടുള്ളത് മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. ഇതെല്ലാം ബൈഹാർട്ട് ആക്കി വെക്കേണ്ട. ഈ ഒരു ഭാഗത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പബ്ലിക് എക്സാമിനേഷനിലേക്ക് വരെ ഒരു ഷോർട്ട് എസ്സേ ചോദിച്ചിട്ടുണ്ട്. സോ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ്. ഈ ടോപ്പിക് എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്, ലൈക്ക് കൃത്യമായിട്ട് ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഫൈൻഡ് ചെയ്യണം. അതേപോലെ തന്നെ ബിസിനസിന്റെ സൈസ് സ്മോൾ സ്കെയിൽ ആണോ ലാർജ് സ്കെയിൽ ആണെന്ന് കണ്ടെത്തണം. അതേപോലെ തന്നെ ഓണർഷിപ്പ് ഏതാണെന്ന് ഡിസൈഡ് ചെയ്യണം. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആയിട്ടാണ് തുടങ്ങുന്നത്, പാർട്ട്ണർഷിപ്പ് ഫേമായിട്ട് തുടങ്ങുന്നത്, അങ്ങനെ ഏത് ഓണർഷിപ്പ് ആണെന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യണം. ലൊക്കേഷൻ, ക്യാപിറ്റൽ എത്ര ആവശ്യമായിട്ടുണ്ട്, അതേപോലെ തന്നെ ഫിസിക്കൽ ഫെസിലിറ്റീസ്, ബിൽഡിംഗ്, മെഷീനറി, അതേപോലെ തന്നെ നിങ്ങളുടെ ഫിസിക്കൽ ഫെസിലിറ്റീസിന്റെ റിക്വയർമെന്റ്, ദെൻ പ്ലാൻ ലേ ഔട്ട്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ, ദെൻ മാൻ പവർ റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ എംപ്ലോയീസ്. അപ്പൊ ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബേസിക് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആയിട്ട് ആവശ്യമായിട്ട് വരുന്നത്. സോ ഇത് നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി, ബൈഹാർട്ട് ആക്കി പഠിക്കണമെന്നില്ല. ബട്ട് നിങ്ങൾ എന്തായാലും ഒന്ന് ശ്രദ്ധിച്ച് പഠിച്ചു വെക്കണം. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്ററിലേക്ക് കടക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ് നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ ചാപ്റ്ററിന്റെ പ്രത്യേകത മക്കളെ +1 ബിസിനസ് സ്റ്റഡീസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വെയിറ്റേജ് ഉള്ള ചാപ്റ്ററുകളിൽ ഒരു ചാപ്റ്ററാണ് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. 12 മാർക്കിനോളം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്ററാണ് പബ്ലിക് എക്സാമിനേഷനിലേക്ക്. സോ ഈ ഒരു ഭാഗത്ത് നിന്ന് 5 ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. സോ ഇതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട 2 ടോപ്പിക്കുകളാണുള്ളത്. ദാറ്റ് ഈസ് പാർട്ട്ണർഷിപ്പ് ഫേമും അതേപോലെ തന്നെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയും. നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കി പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് ഓണം എക്സാമിനേഷനൊക്കെ ആണെങ്കിലും ക്രിസ്മസ് എക്സാമിനേഷനൊക്കെ ആണെങ്കിലും ഇനി പബ്ലിക് എക്സാമിനേഷനൊക്കെ ആണെങ്കിലും ഉറപ്പായിട്ടും ഈ ഒരു പാർട്ട്ണർഷിപ്പിൽ നിന്നോ അല്ലെങ്കിൽ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയിൽ നിന്നോ ഏതെങ്കിലും ഒരു ചോദ്യം ഉറപ്പായിട്ടും വന്നിട്ടുണ്ടായിരിക്കും. സോ അതുകൊണ്ടാണ് ഈ 2 ടോപ്പിക്കുകൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് കവർ ചെയ്യണം എന്ന് പറയുന്നത്. സോ നമുക്ക് ആ ഒരു 4ാമത്തെ ടോപ്പിക് ഏതാണെന്ന് നോക്കാം. ദാറ്റ് ഈസ് പാർട്ട്ണർഷിപ്പ് ഫേമിനെ കുറിച്ച് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. അതായത് നമുക്കറിയാം പാർട്ട്ണർഷിപ്പ് ഫേം എന്ന് പറഞ്ഞാൽ 2 ആളുകൾ കൂടി ചേർന്ന് 2ഓ അതിലധികമോ ആളുകൾ കൂടി ചേർന്ന് ഫോം ചെയ്യുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ് എന്ന് പറയുന്നത്. മാക്സിമം ലിമിറ്റ് എത്രയാ? 50 ആണ് അല്ലെ? അതും പഠിച്ചു വെക്കണം. മാക്സിമം ലിമിറ്റ് 50 ആണ് പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ. ഓക്കെ, സോ പാർട്ട്ണർഷിപ്പ് ഫേമിന്റെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്. എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് അല്ലെ? പാർട്ട്ണർഷിപ്പ് ആക്ട് 1932 പ്രകാരമാണ് ഫോം ചെയ്യുന്നത്. ബട്ട് എന്താ രജിസ്ട്രേഷൻ കമ്പൽസറി അല്ല എന്നും കൂടി നമുക്കറിയാം അല്ലെ. ദെൻ ലാബിലിറ്റി എങ്ങനെയാണ്, പാർട്ട്നേഴ്സിന്റെ ലാബിലിറ്റി എങ്ങനെയാണ് വരുന്നത്, അതേപോലെ തന്നെ റിസ്ക് എങ്ങനെയാണ് ഷെയർ ചെയ്യുന്നത്, കൺട്രോൾ അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് ആരാണ് ചെയ്യുന്നത്, കണ്ടിന്യൂറ്റി ഉണ്ടാവുന്നുണ്ടോ എന്നുള്ള കാര്യം അവിടെ എഴുതണം. അതേപോലെ തന്നെ മ്യൂച്വൽ ഏജൻസി ആണ് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് പഠിച്ചു വെക്കുന്നതോടൊപ്പം തന്നെ എന്ത് പഠിക്കണം?
ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ്, നോമിനൽ പാർട്ട്ണർ, ആക്റ്റീവ് പാർട്ട്ണർ, സീക്രട്ട് പാർട്ട്ണർ, പാർട്ട്ണർ ബൈ എസ്റ്റോപ്പൽ, പാർട്ട്ണർ ബൈ ഹോൾഡിംഗ് ഔട്ട് എന്നൊക്കെ പറഞ്ഞ കുറച്ച് ടൈപ്പ് ഓഫ് പാർട്ട്നേഴ്സ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കണം. പബ്ലിക് എക്സാമിന് ചോദ്യം വരാറുണ്ട്. ഈ വരുന്ന ഓണം എക്സാമിനേഷൻ ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ഏതാണെന്ന് ചോദിച്ചാൽ ടൈപ്പ് ഓഫ് പാർട്ട്നേഴ്സ് ആയിരിക്കും. റെഡി? ഇനി ചില കുട്ടികൾക്ക് മാറിപ്പോകുന്ന ഒരു ക്ലാസിഫിക്കൽ ഒരു ഡിഫറൻറ്റ് ആണ്. എന്താ? ടൈപ്പ് ഓഫ് പാർട്ട്നേഴ്സും പാർട്ട്ണർഷിപ്പിന്റെ ടൈപ്സും രണ്ടും മാറാറുണ്ട്. സോ ശ്രദ്ധിച്ചു വെക്കുക. ടൈപ്പ് ഓഫ് പാർട്ട്നേഴ്സ് വേറെയാണ്, ടൈപ്പ് ഓഫ് പാർട്ട്ണർഷിപ്പ് വേറെയാണ്. പാർട്ട്ണർഷിപ്പ് ഓൺ ദ ബേസ് ഓഫ് ലാബിലിറ്റി ഉണ്ട്, പാർട്ട്ണർഷിപ്പ് ഓൺ ദ ബേസ് ഓഫ് ഡ്യൂറേഷൻ ഉണ്ട്. അപ്പൊ രണ്ടും മാറിപ്പോകരുത് കേട്ടോ. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ പാർട്ട്ണർഷിപ്പ് ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം. ഇനി നമ്മുടെ 5ാമത്തെ ടോപ്പിക്കിലേക്ക് വരാം. ദാറ്റ് ഈസ് ജോൺ സ്റ്റോക്ക് കമ്പനി അല്ലെ? അപ്പൊ ജോൺ സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും കമ്പനീസ് ആക്ട് 1956 പ്രകാരമോ 2013 പ്രകാരമോ ഫോം ചെയ്യുന്ന ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ആണ് ജോൺ സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനി ഫോം ചെയ്യാൻ എത്ര ആളുകൾ ആവശ്യമായിട്ടുണ്ട്, അതേപോലെ തന്നെ മാക്സിമം ലിമിറ്റ് എന്താണ്, അപ്പം ഈ ഒരു ലിമിറ്റും അതേപോലെ തന്നെ മിനിമം എത്ര ആളുകൾ വേണമെന്ന് പഠിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് പബ്ലിക് കമ്പനി ആവുന്ന സമയത്ത് എത്ര ആളുകൾ വേണം, ഇനി പ്രൈവറ്റ് കമ്പനി ആവുന്ന സമയത്ത് എത്ര ആളുകൾ വേണം എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കണം. അതേപോലെ തന്നെ പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. എന്ന് വെച്ചാൽ എത്ര ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് വേണം, എത്ര മിനിമം നമ്പേഴ്സ് വേണം, എത്ര മാക്സിമം മെമ്പേഴ്സ് വേണം, അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റുമോ, ഇങ്ങനെയുള്ള ഡിഫറൻസുകൾ പ്രൈവറ്റ് കമ്പനിയും പബ്ലിക് കമ്പനിയും നമ്മൾ ഡിഫറൻസ് പഠിച്ചു വെക്കുക. 3 മാർക്കിന് ചോദ്യം വരാൻ സാധ്യതയുണ്ട്, 3 മാർക്കിൽ 4 മാർക്കിന് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. കൂടാതെ ജോൺ സ്റ്റോക്ക് കമ്പനിയുമായി ബന്ധപ്പെട്ട് ഫീച്ചേഴ്സ് പഠിച്ചു വെക്കുക, അതേപോലെ തന്നെ മെറിറ്റ്സ് പഠിച്ചു വെക്കുക, അതേപോലെ തന്നെ ഡിമെറിറ്റ്സും പഠിച്ചു വെക്കുക. ഒരു എസ്ഐക്ക് ഉറപ്പായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, ഒരു കോൺസെപ്റ്റ് ആണ് ജോൺ സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് വരാം. ദാറ്റ് ഈസ് 6th ടോപ്പിക്, ദാറ്റ് ഈസ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ്. നമുക്കറിയാം 3ാമത്തെ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ 3 പ്രധാനപ്പെട്ട പബ്ലിക് സെക്ടർ എന്റർപ്രൈസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് ആണ്, സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആണ്, തേർഡ് വൺ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് കമ്പനീസ് ആണ്. ഇതിൽ ഏതെങ്കിലും ഉറപ്പായിട്ട് ഒരു പരീക്ഷയ്ക്ക് ചോദിക്കും. ഈ ഒരു ഓണം എക്സാമിനേഷനിലേക്ക് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഈ പറയുന്ന പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റൽ അണ്ടർടേക്കിംഗ് എന്ന് പറഞ്ഞാൽ ഉറപ്പായിട്ട് ആലോചിക്കുക, ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ന് വെച്ചാൽ ഒരു മന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്ന, മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുന്ന ആലോചിക്കുക അല്ലെ. ഡിപ്പാർട്ട്മെന്റ് ഒരു മിനിസ്ട്രിയുടെ അണ്ടറിൽ വരുന്നതാണ്. ഇനി സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷന്റെ പ്രത്യേകത, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷനെ മറ്റൊരു പേര് വിളിക്കാറുണ്ട് പബ്ലിക് കോർപ്പറേഷൻ കേട്ടോ. അപ്പം പബ്ലിക് കോർപ്പറേഷനിൽ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ പാർലമെന്റിന്റെയോ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെയോ ഒരു സ്പെഷ്യൽ ആക്ട് സ്റ്റാറ്റ്യൂട്ടറി അങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഓക്കെ, സോ അത്തരത്തിൽ ഫോം ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്, ഒരു പബ്ലിക് സെക്ടർ ഓർഗനൈസേഷൻ ആണ് സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ എന്ന് പറയുന്നത്. ഇനി ഗവൺമെന്റ് കമ്പനി എന്ന് പറയുന്ന സമയത്ത് നേരത്തെ നമ്മൾ ജോൺ സ്റ്റോക്ക് കമ്പനി പഠിച്ചു, അതേപോലെ തന്നെയാണ്. അതായത് കമ്പനീസ് ആക്ട് പ്രകാരം ഫോം ചെയ്യുന്നതാണ് ഗവൺമെന്റ് കമ്പനീസ് എന്ന് പറയുന്നത്. ബട്ട് ഓണർഷിപ്പ് ആരുടെ കയ്യിലാണ്? പബ്ലിക് സെക്ടറിന്റെ കയ്യിലാണ് ഉണ്ടാവുക. ഓക്കെ, മേജർ ഷെയർസും പബ്ലിക് സെക്ടറിന്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പബ്ലിക് സെക്ടർ അല്ലെങ്കിൽ ഗവൺമെന്റ് കമ്പനി എന്ന് പറയാറുള്ളത്. ഓക്കെ, സോ ഈ ഒരു 3 പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ പഠിച്ചു വെക്കുക. ഇതിന്റെ ഫീച്ചേഴ്സ്, മെറിറ്റ്സ്, ഡിമെറിറ്റ്സ് എല്ലാം ഉണ്ട്. സോ അതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ആണ്, ദാറ്റ് ഈസ് ഗ്ലോബൽ എന്റർപ്രൈസ് അല്ലെങ്കിൽ മൾട്ടിനാഷണൽ കമ്പനീസ് അല്ലെങ്കിൽ MNC എന്നൊക്കെ പറയാറുണ്ട്. സോ MNC എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ജൈന്റ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ്. ഇവർക്ക് എന്തുണ്ടായിരിക്കും? ഒരുപാട് കൺട്രീസിൽ ബിസിനസ് ഓപ്പറേഷൻസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ പുതിയ ടെക്നോളജി ആയിരിക്കും ഇവർ മോഡേൺ ടെക്നോളജി യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഹ്യൂജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ ആണ് അല്ലെ. അപ്പം അതിന് എക്സാമ്പിളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അതേപോലെ തന്നെ ആപ്പിൾ, സാംസങ്, ഇങ്ങനെ കുറെ മൾട്ടിനാഷണൽ കമ്പനീസിന് എക്സാമ്പിൾ നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ ഉള്ളൂ അല്ലെ. നമ്മളൊക്കെ ഒരുപാട് ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന. സോ അതിന് എക്സാമ്പിളും എഴുതി വെക്കുക. കൂടാതെ ഈ പറയുന്ന ഫീച്ചേഴ്സ് ഓഫ് MNCസും പഠിച്ചു വെക്കണം. ഹ്യൂജ് ക്യാപിറ്റൽ റിസോഴ്സ് ഉണ്ട്, ഫോറിൻ കൊളാബറേഷൻസ്, അഡ്വാൻസ് ടെക്നോളജി, മാർക്കറ്റിംഗ് സ്ട്രാറ്റജി, വൈഡ് ഏരിയ ഓഫ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഈ പറയുന്ന MNCs ഉപയോഗിക്കുന്നത്. ദെൻ എക്സ്പാൻഷൻ ഓഫ് മാർക്കറ്റ് ടെറിറ്ററി, പ്രൊഡക്ഷൻ, ഇന്നോവേഷൻ. പുതിയ ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പുതിയ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കുന്നോ അല്ലെങ്കിൽ പുതിയ ടെക്നോളജിക്കൽ ആയിട്ടുള്ള ഇൻവെൻഷൻസ് ഉണ്ടാവുന്നോ, അതൊക്കെയാണ് ഇന്നോവേഷൻസിൽ പറയുന്നത്. സോ ഇതിന്റെ ഫീച്ചേഴ്സും ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ്. ഇതൊരു 4 മാർക്സ് അല്ലെങ്കിൽ 3 മാർക്സിന് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. സോ ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ട 7 പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ എന്ന് പറയുന്നത്. സോ ഇതേപോലെ നമ്മൾ ഇനി ആപ്പിലും നമ്മൾ റിവിഷൻ ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ആപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ താഴെ ഒരു സ്ക്രോൾ പോകുന്നുണ്ട്. ആ സ്ക്രോളിലെ നമ്പറിൽ വിളിച്ചിട്ട് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. എല്ലാം തന്നെ നമ്മുടെ സൈലം ആപ്പ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് UA+1 കൊമേഴ്സ് എന്നതിൽ അടിച്ചെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ആപ്പ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ ഈ 2 രീതിയിൽ നമ്മൾ യുവ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. സോ അതേപോലെ തന്നെ നമ്മൾ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് വീഡിയോസുമായിട്ടും അതേപോലെ തന്നെ യൂട്യൂബ് ക്ലാസ്സുകളുമായിട്ട് നമ്മൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുണ്ടായിരിക്കും. സോ ഇതേപോലെ വീണ്ടും കണ്ടന്റ് വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ, ഇറ്റ്സ് മീ VK from Silent Learning.